ഹായ്, ജ്യോതിസ് കറി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഒരു ചേനയും കായും കൂടിയിട്ട് എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണതെന്ന്. മെഴുക്ക് പുരട്ടിന്നോ ഉപ്പേരിന്നോ എന്ത് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ചേനയും കായും കൂടി വേവിക്കുമ്പോൾ ചേനയ്ക്ക് കുറച്ച് വേവ് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചേന ഒരു കുക്കറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചേന വേവാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ലേശം ചേനയ്ക്ക് മാത്രമുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ചേന വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. അതൊക്കെ ഈ കഷ്ണത്തിൻ്റെ അളവ് നോക്കി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് മൂടിയിട്ട് നമ്മൾ ഈ ചേനയ്ക്ക് 2 വിസിൽ വരുന്ന വരയ്ക്ക് നമ്മളിത് ഗ്യാസ് കത്തിച്ച് വെക്കണം. അതിനുശേഷം നമ്മളൊരു ചട്ടി വെച്ചിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഈ പയറില്ലേ, പയർ ഇങ്ങനെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ചേന കണ്ടല്ലോ നിങ്ങൾ, ക്യൂബ് പോലെ ഇങ്ങനെയാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഈ പയർ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പയറിലേക്കൊന്നും കുറേ വെള്ളമൊന്നും വേണ്ട. പിന്നെ ഇതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ പയർ വേവാൻ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. ഈ പയർ ഇവിടെ കടന്ന് വേവും. അതിൻ്റെ ഇടയിൽ നമുക്ക് കുക്കറിൽ വെച്ചിരിക്കുന്ന ചേനയും അവിടെ ഇരുന്ന് വേവട്ടെ. അതിന് ശേഷം ഇത് രണ്ടും വെന്തതിന് ശേഷം എങ്ങനെയാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണമെന്ന് പറയാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. സവാളയല്ല, ഉള്ളിയാണ്. ഉള്ളി ഇങ്ങനെ 2 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് നിങ്ങളെ അളവിനനുസരിച്ച് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാൻ അപ്പോൾ ഇത്ര ഉള്ളിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഉള്ളി, ഇത് നമ്മുടെ ചതച്ച മുളക്, ഈ മുളകും ഉള്ളിയും ഒരു തണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇതിൽ വെളുത്തുള്ളി ഇടുന്നില്ല. വെളുത്തുള്ളി ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ചതച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ചേനയും കായും കണ്ട, ചേനയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് 2 വിസിലടിച്ചപ്പോഴേക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചട്ടി വെച്ചു. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ. ഒത്തിരി വെളിച്ചെണ്ണ അധികമായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. ഇത് പണ്ട് നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ അടുപ്പിൻ്റെ മുകളിൽ വെച്ച് ഉണ്ടാക്കിയത്. ചോറൊക്കെ ഇങ്ങനെ ആയതിന് ശേഷം കണലിൻ്റെ മുകളിൽ കായും ചേനയിട്ട് വേവിച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ആ കനലിങ്ങനെ കടന്ന് മൊരിയുമായിരുന്നു. എന്തൊരു ടേസ്റ്റായിരുന്നു അല്ലേ ആ ഉപ്പേരിക്കൊക്കെ. അതൊക്കെ ഇപ്പോൾ നൊസ്റ്റാൾജി ചെയ്യണം നമുക്ക്. കടുക് പൊട്ടി വരുന്നുണ്ട്. നമ്മളതിലേക്ക് എടുത്ത് വെച്ച കരിവേപ്പിൻ്റെ ഇലേനെ ഒന്നും കൂടി നോക്കിയിടുക. ഇതിൽ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ നമ്മൾ കരിവേപ്പിൻ്റെ ഇലയും നേരത്തെ കാണിച്ചതില്ലേ ചെറിയ ഉള്ളിയും അതുപോലെ മുളക് ചതച്ചതും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്നും കൂടി ചതച്ചതാണത്. ഇങ്ങനെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ചതച്ചൊക്കെ ഇടുമ്പോൾ അത് ചെറിയ ഉള്ളി തന്നെ ഇടണം കേട്ടോ. സവാള ഇടുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഒരു ലേശം ഈ ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇത്ര ഇട്ടാൽ മതി. കാരണം നമ്മൾ പയറിൽ വേറെ ഉപ്പ് ഇട്ടിട്ടുണ്ട്, ചേനയിലും വേറെ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ നന്നായി ഇളക്കി കൊടുത്തു. അപ്പം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഗ്യാസ് സിമ്മിലാക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം ഈ പയറും ചേനയും കൂടി ഇതിക്കിട്ട് കൊടുക്കുക. അതിന് തുള്ളി വെള്ളം ഉണ്ടാവും. അതിൻ്റെ ഗ്യാസ് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം. ഭയങ്കര സ്പീഡിൽ ഭയങ്കര ബലത്തിൽ ഒന്ന് മിക്സ് ചെയ്യരുത്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഗ്യാസ് സിമ്മിലാണ്. അപ്പം അങ്ങനെ 2 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അടുപ്പിന് മുകളിൽ കിടന്ന് ഒന്ന് ചൂടായി. നമ്മൾ പണ്ട് കനലിൻ്റെ മുകളിൽ കിടന്നതിന് പകരമൊക്കെ ഞാൻ അടുപ്പിന് മുകളിൽ ചെറിയ സിമ്മിലൊന്ന് വെച്ചാൽ അവർ ഓർമ്മയിൽ. അപ്പോൾ നമുക്ക് എന്ത് രസമാണ് കാണാൻ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചേനയും പയറും ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങളിതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഉച്ചത്തെ എൻ്റെ വിഭവങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ചോറ്, നല്ല ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള നല്ലൊരു മോരുകറി, പിന്നെ അതപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ ചേനയും കായും കൂടിയിട്ടുള്ള ഉപ്പേരി, പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി, പിന്നെ ഒരു കൊണ്ടാട്ടമുളക്, ഒരു പപ്പടം. ഇത്രയാണ് ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കഴിക്കാൻ പോണ എൻ്റെ വിഭവം. അപ്പോൾ ഈ ചോറും നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഉപ്പേരിയും കൂടിയിട്ട്, ഉപ്പേരി ഇത്തിരി ചമ്മന്തിപ്പൊടി എടുത്തു, ഇത്തിരി പപ്പടം കൂട്ടി ഇങ്ങോട്ട് നന്നായി ഇങ്ങോട്ട് പേശഞ്ഞിട്ട് ഒരു കഴിക്കുക തന്നെ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. ഇടയിൽ കൊണ്ടാട്ടമുളകും കൂടി ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജ്യോതിസ് കറി വേൾഡിൻ്റെ അടിയിൽ വന്ന് പറയുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.